ഇന്ന് നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടിനടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് മുകളിൽ അങ്ങനെ മുകളിലോട്ട് നടന്ന് പോവുകയാണ്. വെള്ളച്ചാട്ടം കണ്ട് ഒരു കുളിയെ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഉമ്പിളിക്കണ്ണൊക്കെ വന്നു കേട്ടോ നമ്മുടെ കൂട്ടത്ത്. പാറുവും ആനന്ദും കൂടെ ഫ്രണ്ടിലാണ് നടന്ന് പോവുകയാണ്. ഫ്രണ്ടേ ഉമ്പിളിക്കണ്ണെ ഗൈഡായിട്ട് പോവുകയാണ് ഫ്രണ്ടിൽ. നമ്മൾ പോണ വഴിക്ക് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കേട്ടോ വീടുകൾ. തക്ക ഉമ്പിളിക്കണ്ണൊക്കെ ഫ്രണ്ടിൽ അങ്ങ് നടന്ന് പോവുകയാണ്. ഉമ്പിളിക്കണ്ണൻ ഏതോ പട്ടിനെ കണ്ടിട്ടാണെന്ന് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നോക്കി വേണേൽ പൂപ്പിയന്മാരെയാണ്. പൂപ്പി നമ്മളോട് വരെയാണ്. ഇത് ആ കാണുന്ന അവിടെയാണ് കേട്ടോ വെള്ളച്ചാട്ടം ഉള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നടന്ന് പോകാനുണ്ടേ. ഏതോ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സെറ്റിട്ട സ്ഥലമാണ്. ഏത് സിനിമയെന്ന് എനിക്ക് പറഞ്ഞൂടാ, എനിക്കൊരു പിടിയില്ല. 4 സൈഡും ഈറക്കാടും ഇതിനകത്തൊരു വീടുമുണ്ടേ. എന്താ ഇതിപ്പോൾ ആൾ താമസമൊന്നുമില്ല, ഒരു വീടാണ്. ഇവിടെ ആന ട്രഞ്ചൊക്കെ എടുത്തിട്ടുണ്ട്. ആന ട്രഞ്ചൊക്കെ എടുത്ത ശേഷമാണ് ഇവിടെ ഈ കെട്ടിടമൊക്കെ വെച്ചത്. അല്ലെങ്കിൽ ആനയൊക്കെ ഇവിടെ വരും. ഇവിടെ ആന വരുന്ന സ്ഥലമാണ്. ഇവിടെ ഭയങ്കര അട്ടശല്യമാണ് ഗൈസ്, ഭയങ്കര അട്ടശല്യമാണ്. കൊടും കാടായി ഗൈസ്. വല്ല കരടി വല്ലതും കയറി ഇരിക്കുന്നതെന്തോ. ഒരടിപൊളി ഒരു ഗുഹയാണ്. എവിടെ വലിയൊരു ഈറക്കാട്ടിലെത്തി ഗൈസ്. അങ്ങനെ നടന്ന് പോവുകയാണ്. എങ്ങനെയെങ്കിലും വെള്ളച്ചാട്ടത്തിലെത്താം, അതാണ് നമ്മുടെ ലക്ഷ്യം. വേറെ ഒരു വഴിയുണ്ട്, താഴെ കൂടി എളുപ്പമുള്ളൊരു വഴിയുണ്ട്. നമ്മുടെ ഉമ്പിളിക്കണ്ണിനും പൂപ്പിയൊക്കെ വന്നതുകൊണ്ട് തന്നെ വീട്ടുകടയിൽ കൂടെ ഒന്നും പോകാൻ പറ്റില്ല. മൊത്തം പട്ടികളുള്ളതുകൊണ്ട് തന്നെ, വീട്ടിലൊക്കെ പട്ടികളുള്ളതുകൊണ്ട് തന്നെ നമുക്കെന്തായാലും അതിൻ്റെ വീട്ടിൻ്റെ അതിലൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഈറയുടെ ഇടയിൽ കൂടെയൊക്കെ വരണത്. കുളിക്കുന്നു. പൂപ്പി കുളിച്ചുകൊണ്ടാണ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോണത്. അങ്ങനെ നമ്മൾ ഏതാണ്ട് വെള്ളച്ചാട്ടത്തിലെത്തി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിലെത്തിയിട്ടുണ്ടേ. വെള്ളച്ചാട്ടം കാണിച്ചു തരാം. താഴെ ആറ്റിലോട്ട് ഇറങ്ങി പോവുകയാണ്. അടിപൊളിയല്ലേ, നല്ല അടിപൊളി ഭംഗി. വെള്ളച്ചാട്ടം ഇതാണ് വെള്ളച്ചാട്ടം. ഒരുപാട് ഉയരമാണ് ചേട്ടാ. അങ്ങനെ വന്ന ഒരു വലിയ ഞണ്ട് ചേട്ടാ. നമ്മളെ കണ്ടത് ഒരു പാറ അടിയിലോട്ട് ഇറങ്ങി പോവുകയാണ്. ഇവിടെ സ്ഥിരമായിട്ടുള്ള ഞണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ വന്നപാടെ പാറ ഡാൻസ് കളിക്കുകയാണ്. ആരെന്തിനാണെങ്കിൽ വന്നപാടെ കുളിക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങി കേട്ടാ. പട്ടികളൊക്കെ അവിടെ കുളഞ്ഞുകൊണ്ടൊക്കെ നടക്കുകയാണ്. അത്യാവശ്യം കുറച്ച് വെള്ളമാണ്. നല്ല ഇനി മഴ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നല്ല വലിയ മഴ പെയ്യുമ്പോൾ നല്ല ഒരുപാട് വെള്ളം വരും കേട്ടോ. അപ്പോഴും നല്ല അടിപൊളി ഭംഗിയായിരിക്കും ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് വേറെ ആർക്കും വരാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് വരാം, അല്ലാതെ വേറെ ആർക്കും ഇവിടെ വരാൻ പറ്റിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉമ്പിളിക്കണ്ണനെ പിടിച്ച് കുളിപ്പിച്ച്, പിന്നെ ആണെങ്കിൽ ആനന്ദനാണെങ്കിൽ അവിടെ രാഗി കളിച്ചോണ്ടാണ് നടക്കുന്നത്. സ്ഥിരമായിട്ട് വെള്ളം വീണുകൊണ്ട് നല്ല വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഞാനും കുളിക്കണമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തന്നെ, ഞാൻ കുളിച്ചൊന്നുമില്ല. പിന്നെ അങ്ങനെ കുറേ സമയമൊക്കെ നിന്നിട്ട് തിരിച്ച് പോവുകയാണ് വീട്ടിലോട്ട്.